ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ച് പ്രതിനിധി സംഘം തിരിച്ചെത്തി. ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദില്ലിയിൽ തിരിച്ചെത്തിയത്. സൗദി അറേബ്യ, അൾജീരിയ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലാണ് സംഘം പര്യടനം പൂർത്തീകരിച്ചത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് അത് വിശദീകരിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ. വർഷ പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്ന വലിയ ദൗത്യമായി തന്നെയാണ് 7 സംഘങ്ങൾ രാജ്യത്തിനകത്തു നിന്നും വിവിധ 32ഓളം രാജ്യങ്ങളിലേക്ക് വിദേശ പര്യടനം നടത്തുന്നത്. പ്രധാനമായും BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ദില്ലിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ സംഘം സൗദി അറേബ്യ, അൾജീരിയ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം പൂർത്തീകരിച്ചാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ രാജ്യങ്ങളൊക്കെ തന്നെയും പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ബൈജയന്ത് പാണ്ഡെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിട്ടുള്ള മറ്റു സംഘങ്ങളും ഉടൻ തിരിച്ചെത്തും. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം ഇന്ന് രാത്രിയോടുകൂടി ദില്ലിയിൽ തിരിച്ചെത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതോടൊപ്പം ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ രാവിലെയും ദില്ലിയിൽ തിരിച്ചെത്തും. ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ തന്നെയും സന്ദർശനം പൂർത്തീകരിച്ച് വരും ദിവസങ്ങളിൽ തന്നെ ദില്ലിയിൽ തിരിച്ചെത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ അവസാനം പുറപ്പെട്ടിട്ടുള്ള ബൈജയന്ത് പാണ്ഡെയുടെ സംഘമാണ് ദില്ലിയിൽ ആദ്യം തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ഗുലാം നബി ആസാദ് ഇപ്പോഴും കുവൈത്തിൽ തന്നെ തുടരുകയാണ്. ഈ സന്ദർശനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് സൗദി അറേബ്യയിലും അതോടൊപ്പം കുവൈറ്റിലെയും അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.